ലോകത്തിലെ പല രാജ്യങ്ങളും പല കാലഘട്ടങ്ങളിലായി വ്യത്യസ്ത രാജ്യങ്ങളോട് സൗഹൃദത്തോടെയും ഇനി മറ്റൊരു കാലത്ത് ചിലപ്പോൾ ശത്രുതയിലുമൊക്കെ നിൽക്കുന്നത് നാം കണ്ടിട്ടുണ്ടാവും. അതിന് രാഷ്ട്രീയം, മതം തുടങ്ങി ഒട്ടനവധി കാരണങ്ങളും നമുക്ക് കണ്ടെത്താനാവും. സുഹൃത്തുക്കളായി നിലനിന്നതിൽ നിന്ന് ആധുനിക കാലത്ത് നോക്കുമ്പോൾ ബദ്ധശത്രുക്കളായി മാറിയ രണ്ട് രാജ്യങ്ങളുടെ കഥയാണ് ഇസ്രയേലും ഇറാനും പറയുന്നത്. ആ ശത്രുത ഓരോ ദിവസവും കൂടുതൽ വർദ്ധിച്ചു വരികയല്ലാതെ കുറയുന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളോ നീക്കങ്ങളോ നമുക്ക് കാണാനുമാവില്ല. ഇത്തരത്തിലൊരു ശത്രുത സൃഷ്ടിക്കുക എന്നതും അത് തുടർന്നു കൊണ്ടുപോവുക എന്നതുപോലും രാജ്യങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ ഘടകങ്ങൾ കൂടിയായി കണക്കാക്കാം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലും ഇറാനും ഇതുവരെയും നടത്തി വന്നിരുന്ന പ്രോക്സി യുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടമെന്നോണം നേരിട്ടുള്ള യുദ്ധം എന്നതിനും മടിക്കില്ല എന്ന് കാണിക്കാനായി ചില ആക്രമണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. സ്വാഭാവികമായും ലോകം മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുമോ എന്ന നിലയിൽ ചോദ്യങ്ങളും ഉയർത്തുകയുണ്ടായി. ശക്തി പ്രകടനങ്ങൾ പോലും രാഷ്ട്രീയപരമായി ഉപയോഗിക്കാമെന്നിരിക്കെ ഇത്തരം നടപടികളൊക്കെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇസ്രയേലിനെ ഇല്ലാതാക്കും എന്ന് ഇറാൻ പറയുമ്പോൾ ഇസ്രയേലാകട്ടെ ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതികളെ എന്ത് വില കൊടുത്തും തകർക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിനൊക്കെ മുൻപ് ഇരുവരും സുഹൃത്തുക്കളായി നിന്നിരുന്ന കാലം നമ്മുടെ ചരിത്രത്തിലുണ്ട്. സത്യത്തിൽ ഇസ്രയേലിൻ്റെ രൂപീകരണത്തിനപ്പുറം മിഡിൽ ഈസ്റ്റിലെ അവരുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാഷ്ട്രവും ഇറാൻ ആയിരുന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും വലുത് എന്നതിനേക്കാൾ ആകെയുള്ള സുഹൃത്ത് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റാവുകയില്ല. ഇസ്രായേൽ ജനത നിരന്തരം ഇറാനിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ താമസിക്കുകയും ഒക്കെ ഉണ്ടായി. ലക്ഷത്തിലധികം വരുന്ന ജൂത ജനത ഇറാനിൽ വലിയ പരിഗണനയോടെ ജീവിച്ചിരുന്നു എന്നതും നാം ഓർക്കേണ്ടതുണ്ട്. ജൂത ജനതയ്ക്കായി പ്രത്യേകം സ്കൂളുകൾ പോലും ഉണ്ടായിരുന്നു. ഇസ്രയേൽ സിനിമകൾ ഇറാനിയൻ ജനതയും ഇഷ്ടപ്പെട്ടിരുന്നു. ഇറാനിലെ പല നിർമ്മാണങ്ങളിലും ഇസ്രയേൽ കമ്പനികൾ പങ്കുകൊള്ളുക പോലുമുണ്ടായി. ചുരുക്കിയാൽ അത്രമാത്രം സൗഹൃദം സൃഷ്ടിച്ചിരുന്ന രാജ്യങ്ങൾ എങ്ങനെയാണ് ശത്രുതയിലായത്? അതിൻ്റെ ഉത്തരം ആ രാജ്യങ്ങളുടെ ചരിത്രം കൂടിയാണ്. പരിശോധിക്കാം. നമുക്കറിയാം, ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ട് ഒരു അതിർത്തി പങ്കിടുന്നൊന്നുമില്ല. ഇറാൻ ഇറാഖിനും അഫ്ഗാനിസ്ഥാനിനും ഇടയിൽ നിൽക്കുന്ന രാജ്യമായി നിലകൊള്ളുന്നു. ലോക ചരിത്രത്തിൽ പേർഷ്യ എന്ന നാമത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു മേഖല കൂടിയാണിവിടം. പല രാജവംശങ്ങളിലൂടെ കടന്നുപോയ ഈ മേഖല സഫാവിദുകളുടെ ഭരണത്തോടെയാണ് ആധുനിക കാലഘട്ടത്തിലേക്ക് കടക്കുന്നത് എന്ന് പറയാം. അതായത് പല ഗോത്രങ്ങളായി നിലകൊണ്ടിരുന്ന ജനതയെ ഒരു കേന്ദ്രീകൃത ഭരണത്തിൻ കീഴിൽ കൊണ്ടുവന്നു എന്നത് തന്നെ. പ്രാചീന ആര്യൻ ജനവിഭാഗങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇറാനിയൻ ജനത ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളുടെ കേന്ദ്രമായി തീരുകയുണ്ടായി. ഈ സഫാവിദ് രാജവംശത്തിൻ്റെ ഭരണകാലത്തിനപ്പുറം ഖജാറുകൾ എന്ന തുർക്കി ഗോത്രം സഫാവിദുകളെ 1794 പരാജയപ്പെടുത്തുകയും ഇറാൻ്റെ ഭരണം പൂർണ്ണമായി ഏറ്റെടുക്കുകയുമുണ്ടായി. ഏതാണ്ട് 1925 വരെയും ഇറാനിൽ ആധിപത്യം നിലനിർത്താൻ ഇവർക്കായി. ഇവരുടെ കാലത്താണ് തലസ്ഥാനമൊക്കെ ടെഹ്റാനിലേക്ക് മാറ്റപ്പെടുന്നത്. ഒപ്പം ഈ കാലത്ത് ബ്രിട്ടൻ്റെയും റഷ്യയുടെയും പോരാട്ടങ്ങളും ഒന്നാം ലോക മഹായുദ്ധവും ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് കൂടി ഓർക്കുക. ഇതിനൊരു മാറ്റമുണ്ടാവുന്നത് 1921 റസാ ഷായുടെ നേതൃത്വത്തിൽ ഉണ്ടായ കലാപത്തിൽ ഭരണമാറ്റം സംഭവിക്കുന്നതാണ്. കലാപത്തിന് നേതൃത്വം കൊടുത്ത സയ്യിദ് ഷിയാഉദ്ദീൻ തബാത്ബെ പ്രധാനമന്ത്രിയായപ്പോൾ കമാൻഡറായിരുന്ന റസാ ഷാ യുദ്ധകാര്യമന്ത്രിയായും മാറുകയുണ്ടായി. യുദ്ധകാര്യമന്ത്രിയായി അധികാരത്തിലെത്തിയ റസാ ഷാ അധികാരത്തിൻ്റെ ഉന്നത തലങ്ങൾ കീഴടക്കുന്നതിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. 1923 അദ്ദേഹം പ്രധാനമന്ത്രിയായി സ്വയം അവരോധിക്കുകയുണ്ടായി. 1925 ഇറാനിലെ ഷായായി അഥവാ രാജാവായി അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യുകയുമുണ്ടായി. കമാൽ പാഷയെ പോലെ തന്നെ പാശ്ചാത്യ സംസ്കാരത്തിനുണ്ടായ ഭൗതിക പുരോഗതിയിൽ ആകൃഷ്ടനായ ഇദ്ദേഹം ഇറാനിലും അത് നടപ്പിൽ വരുത്താൻ ശ്രമങ്ങൾ ആരംഭിച്ചു. ഇറാൻ്റെ കഴിഞ്ഞകാല പാരമ്പര്യങ്ങളെ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ആധുനികവൽക്കരണവും നടപ്പാക്കുന്നതിൽ റസാ ഷാ ശ്രദ്ധ പതിപ്പിച്ചു. സ്ത്രീകൾക്ക് തുല്യ വിദ്യാഭ്യാസ അവകാശങ്ങൾ നൽകിയും വാർത്താവിനിമയ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും വ്യവസായ സ്ഥാപനങ്ങളൊക്കെ സൃഷ്ടിച്ചും റെയിൽവേ നെറ്റ്വർക്കുകൾ തന്നെ സ്ഥാപിച്ചും നാഷണൽ ബാങ്ക് ഓഫ് ഇറാൻ സ്ഥാപിച്ചുമൊക്കെ അദ്ദേഹം ഈ ഒരു നടപടിയിൽ വ്യാപൃതനാവുകയുണ്ടായി എന്ന് പറയാം. 1935 രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാക്കുകയുമുണ്ടായി. ആര്യൻ ജനതയുടെ പാരമ്പര്യം കാണിക്കുന്നതിനായിരുന്നു ഇത്. പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ടെഹ്റാൻ പോലുള്ള നഗരമേഖലകളിൽ ഇത് വൻ സ്വാധീനം സൃഷ്ടിച്ചെങ്കിൽ പോലും ഒന്നുമില്ലാത്ത മതപരമായി മാത്രം ജീവിക്കുന്ന പ്രഭുക്കന്മാർക്കൊക്കെ കീഴിൽ ജീവിക്കേണ്ടി വരുന്ന സാധാരണ മനുഷ്യരിലേക്ക് ഇതൊക്കെ കടന്നെത്തുകയുണ്ടായില്ല. ആ കാലത്താണ് രണ്ടാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടാവുന്നത്.
ബ്രിട്ടനും റഷ്യയുമൊക്കെ ഇറാനെ നിയന്ത്രിക്കുന്ന അവസ്ഥ ആ കാലത്ത് ഉണ്ടായി. സ്വേച്ഛാധികാരം നഷ്ടപ്പെട്ട റസാ ഷായ്ക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുമായില്ല. 1941 റസാ ഷായ്ക്ക് സ്ഥാനമൊഴിയേണ്ടിയും വന്നു. പകരം മകൻ ഷാ മുഹമ്മദ് റസാ ഷാ അധികാരം ഏറ്റെടുക്കുകയുണ്ടായി. ദ ഷാ എന്ന നിലയിലാണ് ഇദ്ദേഹത്തെ പൊതുവെ എല്ലാവരും വിശേഷിപ്പിക്കാറ്. അധികാരം ഏറ്റെടുത്തെങ്കിൽ പോലും ആദ്യകാലത്ത് ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യങ്ങളുടെയൊക്കെ നിയന്ത്രണം ഈ മേഖലകളിൽ ഉണ്ടായിരുന്നു. റഷ്യയുടെ നിയന്ത്രണം വേറെയും. ഏതായാലും പിന്നീട് ഷാ രാജ്യത്തിൻ്റെ ആധുനികവൽക്കരണത്തിന് വേഗം നൽകുകയുണ്ടായി. 1963 കാലത്ത് വൈറ്റ് റവല്യൂഷനൊക്കെ നടപ്പിൽ വരുത്തുകയുണ്ടായി. പ്രഭുത്വം അവസാനിപ്പിക്കുകയും സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കുകയും വലിയ രീതിയിൽ നിക്ഷേപം സൃഷ്ടിക്കുകയും വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുകയും വിദ്യാഭ്യാസ മേഖലകൾക്ക് കൂടുതൽ പണം അനുവദിച്ചുമൊക്കെ വലിയ മാറ്റങ്ങൾ തന്നെ ഈ കാലത്ത് ഇറാനിൽ ഉണ്ടാവുകയുണ്ടായി. എങ്കിൽ പോലും അദ്ദേഹം ഏകാധിപതി എന്ന നിലയിൽ അധിഷ്ഠിതമായ ഭരണാധികാരിയായിരുന്നു. എതിർക്കുന്നവരെ സവാക്ക് എന്ന രഹസ്യ പോലീസ് ഉപയോഗിച്ച് അദ്ദേഹം അടിച്ചമർത്തിയിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ തടവിലിട്ടും പത്രമാധ്യമങ്ങളെ നിയന്ത്രിച്ചുമൊക്കെ അദ്ദേഹം തൻ്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ ഒരു കാലത്ത്, അതായത് 1948 ഇസ്രയേൽ എന്ന രാജ്യം സ്വതന്ത്രമായതായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ചുറ്റും നിറഞ്ഞു നിന്നിരുന്ന മുസ്ലിം രാജ്യങ്ങളൊക്കെ തന്നെയും ഇസ്രയേലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തിലുമാണ് നിലനിന്നത്. ഇസ്രയേൽ രൂപം കൊണ്ടതോടെ ലോകത്ത് പല ഭാഗങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന ജൂതന്മാർ തിരിച്ച് ഇസ്രയേലിലേക്ക് പോവുകയുമുണ്ടായി. തുർക്കിയെ പോലെ ഇറാനെയും മതേതര നിലപാടിലേക്ക് കൊണ്ടുവന്നിരുന്ന ഷാ മറ്റ് അറബ് രാജ്യങ്ങളോട് പോരാടുന്ന സമയം കൂടിയാണത്. അദ്ദേഹത്തിൻ്റെ നയങ്ങൾ ഇറാനിലെ നഗരമേഖലകൾക്കപ്പുറം എത്രത്തോളം വിജയിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. 1950കളിലാണ് മാസ് ലീഡറൊക്കെയായിട്ടുള്ള പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മുസദിഖിനെയൊക്കെ തടവിലിടുന്നതും തുടർന്ന് മരണം വരെ വീട്ടുതടങ്കലിലാക്കുന്നതുമൊക്കെ. ഏതായാലും തൻ്റെ എതിരാളികളുടെ എതിരാളിയെ ഷാ ഒരു സുഹൃത്തായി കാണുകയുണ്ടായി. 1950കളിൽ തന്നെ ഇസ്രയേലുമായി ഇറാൻ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്നും പറയാം. എന്നാൽ 1967 6 ദിന യുദ്ധത്തിൽ ഇസ്രയേൽ എതിരാളികളെ നിലംപരിശാക്കിയതോടെ മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയ ചിത്രം പോലും മാറിമറിഞ്ഞു. ഇസ്രയേൽ എന്ന ശക്തന് മിഡിൽ ഈസ്റ്റിൽ ഒരു ശക്തനായ സുഹൃത്തിനെയും ആവശ്യമായിരുന്നു. ഇസ്രയേൽ സൈന്യത്തിൻ്റെ കഴിവുകളെ അംഗീകരിച്ചിട്ടുള്ള ഷാ ഇറാനെയും ആ മേഖലയിലെ ഒരു മിലിറ്ററി സൂപ്പർ പവർ ആക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. അതിനായി ഇസ്രയേലിൽ നിന്ന് തന്നെ സഹായങ്ങൾ സ്വീകരിക്കുന്നതിന് അദ്ദേഹം മടി കാണിച്ചതുമില്ല. അപ്രകാരം ഇരു രാജ്യങ്ങളും വാണിജ്യപരമായും സ്ട്രാറ്റജിക് പങ്കാളിയായും സാമ്പത്തികമായുമൊക്കെ പല മേഖലകളിൽ ബന്ധം സ്ഥാപിക്കപ്പെട്ടു. ഇറാൻ്റെ ഏറ്റവും കരുത്തായ എണ്ണ ഇസ്രയേലിന് നൽകിയപ്പോൾ ഇസ്രയേൽ ആയുധങ്ങൾ ഇറാനും നൽകുകയുണ്ടായി. ഇറാൻ്റെ പല പ്രദേശങ്ങളും കൃഷിക്ക് അനുയോജ്യം അല്ലാത്തതുകൊണ്ട് തന്നെ കാർഷികപരമായ അറിവുകളും ഡാമുകൾ നിർമ്മിക്കുന്നതിനുമൊക്കെ ഇസ്രയേലിൻ്റെ സഹായങ്ങൾ വന്നെത്തി. ടെഹ്റാൻ പോലുള്ള നഗരങ്ങളിൽ 100,000-ഓളം ജൂതർ ആ കാലത്ത് താമസിച്ചിരുന്നു എന്നാണ് കണക്ക്. അവർക്ക് മികച്ച ജീവിത നിലവാരവും സൗകര്യങ്ങളുമൊക്കെ ഇറാൻ ഒരുക്കി നൽകുകയുണ്ടായി. ഇസ്രയേലിലെ ബിസിനസ്സുകാർക്ക് ഷാ പ്രത്യേക പരിഗണന പോലും നൽകുകയുണ്ടായി. എങ്കിൽ പോലും ഈ നഗരമേഖലകൾക്കൊക്കെ അപ്പുറം നമുക്ക് കാണാനാവുക മറ്റൊരു ഇറാൻ കൂടിയാണ്. ഉത്തരമേഖലകൾ പലതുകൊണ്ടും മികച്ചു നിന്നപ്പോൾ ദക്ഷിണ മേഖലകൾ പട്ടിണിയിലും തൊഴിലില്ലായ്മയിലും വലയുകയും വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് പോലും ജോലിയില്ലാതാവുന്ന അവസ്ഥകളും അവിടെ ഉണ്ടായിരുന്നു. ഷാ ഭരണകൂടത്തിൻ്റെ അഴിമതിക്കെതിരെയും ജനരോഷം ഉണർന്നു തുടങ്ങി. മതമേഖലയിലാകട്ടെ പഴയ മതാടിസ്ഥാന ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന ആശയവും അവിടെ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ അതിവേഗത്തിലുള്ള ആധുനികവൽക്കരണം ഇറാനിയൻ സംസ്കാരത്തെ ഉന്മൂലനം ചെയ്യുന്ന നീക്കമായും ചിലർ വിലയിരുത്തുകയും അതിന് ജനങ്ങളുടെ ഇടയിൽ പ്രാധാന്യമൊക്കെ വർദ്ധിക്കുകയും ചെയ്തു. അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കടന്നുകയറ്റവും തന്ത്രങ്ങളുമാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന അനുമാനവും സാമാന്യ ജനങ്ങളിൽ സൃഷ്ടിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല ഘടകങ്ങളും വർദ്ധിക്കുകയും അത് ജനങ്ങളുടെ വലിയ രോഷത്തിലേക്കും പ്രതിഷേധങ്ങളിലേക്കും കടന്നു ചെല്ലുകയുമുണ്ടായി. ഷാ എന്ന് മാത്രമല്ല, ഇസ്രയേലിനെതിരെയും അമേരിക്കക്കെതിരെയും വരെ പ്രതിഷേധ ജ്വാല ഉണർന്നു. പ്രതിഷേധങ്ങളെ ഷാ അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിൽ പോലും അത് വിജയിക്കുകയുണ്ടായില്ല. പകരം പ്രതിഷേധങ്ങൾക്ക് ശക്തി പകരുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇറാനിയൻ വിപ്ലവം ശക്തമാവുകയും ഷായ്ക്ക് ഇറാൻ വിടേണ്ടിയും വന്നു. 1979 ഫെബ്രുവരി 1 തീവ്രമത നേതാവായ ആയത്തുള്ള ഖൊമേനി ഇറാനിലേക്ക് തിരിച്ചെത്തുകയുമുണ്ടായി. മതേതര വിപ്ലവകാരികളൊക്കെ അധികാര മേഖലയിൽ ഖൊമേനി മതനേതാവായി തുടരുമെന്ന് കരുതിയെങ്കിലും അത് ഉണ്ടായില്ല.
ഖൊമേനി രാജ്യത്തിൻ്റെ പരമോന്നത നേതാവായി മാറുകയും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. അതോടെ രാജ്യത്തിൻ്റെ പൊതുവായ ചിന്താഗതിയിലും രാഷ്ട്രീയ മണ്ഡലത്തിലുമടക്കം മാറ്റങ്ങളും വരികയുണ്ടായി. ഈ ഒരു വലിയ മാറ്റത്തിൽ ജൂത കുടുംബങ്ങൾ ഭയന്നെങ്കിലും പെട്ടെന്ന് ഇവരെ ഒഴിപ്പിക്കുക എന്നത് ബന്ധത്തിലൊക്കെ വിള്ളൽ വീഴ്ത്തും എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്രയേൽ നീട്ടിക്കൊണ്ടു പോവുകയുണ്ടായി. വിപ്ലവത്തിൻ്റെയൊക്കെ കാലത്ത് വീട്ടിലൊക്കെ ഒളിച്ചിരുന്ന ജൂതർ വീട്ടുതടങ്കലിലെന്ന പോലെ ആവുകയുമുണ്ടായി. പലരും രഹസ്യമായി പിന്നീട് നാട് വിടേണ്ടി വന്നു. വിപ്ലവത്തിനപ്പുറം ഇറാൻ നയതന്ത്രപരമായ ബന്ധം ഉപേക്ഷിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഇസ്രയേലിനെതിരെ പല നീക്കങ്ങളും ആരംഭിക്കുക പോലുമുണ്ടായി. എന്നാൽ ഇവിടെയും രസകരമായ ഒരു ചരിത്രം കൂടി നമുക്ക് മുന്നിലുണ്ട്. ആശയപരമായ ശത്രുതയുടെ അങ്ങേയറ്റം പറഞ്ഞു തുടങ്ങിയ രാജ്യങ്ങൾക്ക് 1980 കാലത്ത് ഇറാഖ് എന്ന ശത്രു സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. 1980 മുതൽ 1988 വരെയുള്ള കാലത്ത് ഇറാൻ ഇറാഖ് യുദ്ധമുണ്ടാവുകയുണ്ടായല്ലോ. ഈ കാലത്ത് ഇറാൻ ഇസ്രയേലിൻ്റെ കൈകളിൽ നിന്ന് ധാരാളം ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന അവസ്ഥയുമുണ്ടായി. എന്നാൽ യുദ്ധത്തിനപ്പുറം വീണ്ടും കാര്യങ്ങൾ പഴയപടിയായെന്ന് പറയാം. ഇസ്രയേലിൻ്റെ സമ്പൂർണ്ണ നാശമാണ് ഇറാൻ്റെ ലക്ഷ്യമെന്ന നിലയിൽ പ്രഖ്യാപനങ്ങൾ വന്നു തുടങ്ങി. ഇറാനിയൻ നേതാക്കളൊക്കെ ഇസ്രയേലിനെതിരെ നിരന്തര നിലപാടുകളും എടുത്തു. അങ്ങനെ അത് പതിയെ പതിയെ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പ്രോക്സി യുദ്ധത്തിനും വഴിവെച്ചു എന്ന് പറയാം. ഇറാൻ, ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള ഇസ്രയേലിനെ നേരിട്ട് ലക്ഷ്യം വയ്ക്കുന്ന സംഘടനകൾക്ക് വൻതോതിൽ ആയുധങ്ങളും പരിശീലനവും പണവുമൊക്കെ നൽകുകയുണ്ടായി. പകരം ഇറാൻ്റെ ആണവ പദ്ധതികളെ ഇസ്രയേൽ എന്ത് വില കൊടുത്തും തകർക്കുന്നതും ഇറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ കൊല ചെയ്യുന്നതും സിറിയയിലെ ഇറാൻ സ്വാധീനത്തെ ആക്രമിക്കുന്നതുമൊക്കെ നിത്യകാഴ്ചയുമായി മാറി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് ഒക്ടോബർ 7-നുണ്ടായ ഹമാസ് ആക്രമണവും ഇസ്രയേലിൻ്റെ തിരിച്ചടികളും തുടർന്നുള്ള ഇസ്രയേൽ ഇറാൻ വാക്പോരും ആയുധശക്തിയുടെ പ്രകടനങ്ങളുമൊക്കെ. അത് എന്ന് അവസാനിക്കുമെന്നറിയാതെ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രം.